ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ഡിസൈൻ വർക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇത് നമുക്ക് സാരിയിൽ ചെയ്യാം, സൽവാറിൽ ചെയ്യാം, ലെഹങ്കയിൽ ചെയ്യാം. പക്ഷേ ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് ചേരുക ഉണ്ടാവുക നമ്മുടെ സെറ്റ് സാരി സെറ്റ് മുണ്ടിലാണ്. നമ്മൾ മയിൽപ്പീലി ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്കാണ് ചെയ്തെടുക്കാൻ പോണത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് റിയൽ മയിൽപ്പീലിയാണ്. അല്ലാണ്ട് നമ്മൾ സാധാരണ ഫാബ്രിക് പെയിന്റ് കൊണ്ടൊക്കെ വരച്ചെടുക്കില്ലേ, അതല്ല, ശരിക്കുള്ള മയിൽപ്പീലി ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്കപ്പോൾ കാണാം. നമുക്ക് തുടങ്ങാം. ഏത് തുണിയിലാണോ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ് ചെയ്യേണ്ടത് വെച്ചാൽ അതെടുക്കാം. അതിന് ലെഹങ്കയുടെ ടോപ്പോ അല്ലെങ്കിൽ സാരിയോ എന്ത് തന്നെ ആയാലും നമ്മുടെ ചോയ്സാണ്. അതിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ടോപ്പ് തുന്നാനാണ് പ്ലാൻ. അപ്പോൾ ഞാനിവിടെ ഒരു മിഡിൽ ആയിട്ട് അവിടെയായിട്ട് ടോപ്പിൻ്റെ നടുവിൽ വരണ പാകത്തിന് മയിൽപ്പീലി കൊണ്ടൊരു ഡിസൈൻ വർക്കാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി മയിൽപ്പീലി വേണം. ഇങ്ങനെ കിട്ടണ മയിൽപ്പീലി നമുക്ക് ചെറുതാക്കി ഇങ്ങനെ വെട്ടിയെടുക്കണം. ഓക്കെ, ഇനി കുറച്ചും കൂടി ഒന്ന് വെട്ടിയെടുക്കാണ്ട് മാക്സിമം ചെറുതാക്കി നല്ല ഒരു ഒതുക്കത്തിൽ വെട്ടിയെടുക്കണം. അങ്ങനെ ചെയ്താലേ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മയിൽപ്പീലിയുടെ ഇടയിൽ കൂടെ ഫാബ്രിക് കാണും. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയിൽപ്പീലി നല്ല ചെറുതാക്കി വെട്ടിയെടുക്കുക. കാരണം മയിൽപ്പീലിയുടെ മുകളിലേക്ക് നീളം പോകും തോറും ഫാബ്രിക് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നമ്മളിവിടെ ഒട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഫാബ്രിക് അധികം കാണരുത്. അതാണ് ഭംഗി. ഒരുവിധം നമ്മൾ ശരിയാക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫാബ്രിക്കിലേക്ക് ഒട്ടിക്കാം. അതിനായിട്ട് നമ്മൾ ഫാബ്രിക് ഗ്ലൂ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഫാബ്രിക്കിൻ്റെ ഗ്യാപ്പ് കാണാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനത്തെ ലേസ് മേടിക്കണം. ലേസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലേസ് വേണം മേടിക്കാനായിട്ട്, ഉപയോഗിക്കാനായിട്ട്. എന്നാലേ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അല്ല ഇങ്ങനത്തെ ലേസാണ് മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മയിൽപ്പീലിയുടെ ചുറ്റും ഇതേപോലെ വെക്കാൻ പറ്റില്ല. അത് ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ലേസ് മേടിക്കുക. അതായത് ബേസിക്കലി ഇത് നമുക്ക് മയിൽപ്പീലിയുടെ ചുറ്റും വെക്കുമ്പോൾ അത് അതേപോലെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അത്ര മാത്രമേ വേണ്ടൂ. ഇനി ലേസിൻ്റെ വീതി എത്ര വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ്ലി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയും വേണ്ട. നമുക്ക് ഇതിൽ നിന്ന് ജസ്റ്റ് 2 ലേസ് മാത്രം വെട്ടിയെടുക്കാം. ഇനി ഈ ലേസ് ഈ മയിൽപ്പീലിക്ക് ചുറ്റും ഇതേപോലെ വെച്ചു കൊടുക്കണം. ആദ്യം തന്നെ നമുക്കപ്പോൾ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ ഈ ലേസ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി എക്സ്ട്രാ വരുന്നത് വെട്ടിക്കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഗ്ലൂ കാണുന്നുണ്ട്. ഫാബ്രിക് ഗ്ലൂ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കാണില്ല. അതുകൊണ്ട് കുറച്ച് ഗ്ലൂ അധികമാണെങ്കിലും പ്രശ്നമില്ല. ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഹാഫ് ബീഡ്സ് ഇല്ലേ, ഇതെടുക്കാം. അല്ല ഇതിൻ്റെ തന്നെ വെറൈറ്റി ഓഫ് ലേസുകൾ വരുന്നുണ്ട്. അത് ഇതിന് ചുറ്റും വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഗോൾഡൻ കളർ ഈ ഹാഫ് ബീഡ്സ് ആണ് എടുക്കുന്നത്. നമ്മൾ ഏത് കളറാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ആ കളർ ഹാഫ് ബീഡ്സ് എടുക്കാവുന്നതാണ്. ഇനി ഇത് ഓരോന്നായിട്ട് ഇതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിന് ചുറ്റും നമുക്ക് വേറെ വല്ല വെറൈറ്റി ഓഫ് ലേസുകൾ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാം. നമുക്ക് പലതരത്തിലുള്ള ലേസുകൾ കിട്ടും. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏത് ലേസ് വേണമെങ്കിലും ഒട്ടിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഹാഫ് ബീഡ്സ് ഉണ്ട്, ഹാഫ് ബീഡ്സ് ഒട്ടിക്കാം. ഹാഫ് ബീഡ്സ് ആകുമ്പോൾ നല്ല അതായത് ഒട്ടിക്കാൻ എളുപ്പമുണ്ട്. ഫുൾ ബീഡ്സ് അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കില്ലല്ലോ. അപ്പോൾ ഹാഫ് ബീഡ്സ് ഉപയോഗിച്ച് നമുക്ക് ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കാം. അതും ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മേടിച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും.
ഓക്കെ, ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ ചുറ്റും എഗെയിൻ ബീഡ്സ്, വേറെ ബീഡ്സ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ലേസ് കൊടുക്കണമെങ്കിലൊക്കെ ആവാം. ഇനി ഇത് വാഷ് ചെയ്യുമ്പോൾ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്പെറൻറ്റ് നെയിൽ പെയിൻറ് ഇല്ലേ, അതായത് കളർ ഇല്ലാത്ത നെയിൽ പെയിൻറ്, നമ്മൾ ഓൾറെഡി നെയിൽ പെയിൻറ് അടിച്ചതിന് ശേഷം അതിൻ്റെ മീതെ അടിച്ചു കൊടുക്കില്ലേ, അത് ഇതിൻ്റെ മീതെ, ഈ മയിൽപ്പീലിയുടെ മീതെ ഒരു കോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി ഹാർഡായിട്ട് വാഷ് ചെയ്യരുത്, മൈൽഡ് വാഷ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ജസ്റ്റ് മുക്കി എടുക്കുകയാണെങ്കിൽ ഈ ട്രാൻസ്പെറൻറ്റ് നെയിൽ പെയിൻറ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് സെറ്റ് സാരി സെറ്റും ഉണ്ട്, അതിൽ ട്രൈ ചെയ്യാം. പിന്നെ ബ്ലൗസിൽ ട്രൈ ചെയ്യാം, സെറ്റ് സാരി സെറ്റും മുണ്ടൊക്കെ എടുക്കുമ്പോൾ. അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു ക്രാഫ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.